ബ്രാൻഡിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് നമസ്കാരം. മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ശ്രദ്ധേയരായവരാണ് ജാസ്മിൻ ജാഫറും ഗബ്രി ജോസും. ഇരുവരുടെയും സൗഹൃദം ജബ്രി എന്ന പേരിലായിരുന്നു പ്രേക്ഷകർ വിശേഷിപ്പിച്ചിരുന്നത്. ഷോയ്ക്കുള്ളിലും പുറത്തും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഇരുവരുടെയും ബന്ധം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു. ഇതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലായിരിക്കുകയാണ് ഇപ്പോൾ. അഭിമുഖത്തിനിടെ താൻ സിംഗിൾ ആണ് എന്ന് പറഞ്ഞ മുൻ ബിഗ് ബോസ് താരമായ ഗബ്രിയോട് നിങ്ങൾ കല്യാണം കഴിഞ്ഞ് ജീവിക്കുകയല്ലേ, ലിവിംഗ് ടൂഗദർ അല്ലേ എന്നൊക്കെ നടൻ ഷൈൻ ടോം ചാക്കോ ചോദിക്കുന്ന വീഡിയോ ആണ് അത്. ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണോ അതോ ഞാൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണോ എന്ന് അറിയില്ലെന്നാണ് സിംഗിൾ ആണെന്ന ഗബ്രിയുടെ മറുപടി കേട്ട് ഷൈൻ പറഞ്ഞത്. വീഡിയോ വൈറലായപ്പോൾ ബിഗ് ബോസിൽ വെച്ച് ജാസ്മിനുമായി ഉണ്ടായിരുന്ന ഗബ്രിയുടെ അടുപ്പം വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ഹൗസിൽ വെച്ച് സൗഹൃദത്തിന് അപ്പുറം ഒരു ബന്ധം ഇരുവരും തമ്മിൽ ഉണ്ടായതായി ഹൗസ് മേറ്റ്സും പ്രേക്ഷകരും ഒരുപോലെ വിമർശിച്ചിരുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷവും അങ്ങനെയൊന്നും ഇല്ല എന്നുമായിരുന്നു ഇരുവരുടെയും മറുപടി. സിംഗിൾ ആണെന്നാണ് പറയുന്ന ഗബ്രിയുടെ വീഡിയോ വൈറലായതോടെ യൂട്യൂബർ ഷെഫീന ബീബി രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പോൾ. അവർ പറയുന്ന വാക്കുകൾ ഇങ്ങനെയായിരുന്നു. അവർ ജാസ്മിൻ ഗബ്രി സൗഹൃദത്തെ വിമർശിച്ച് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. സൗഹൃദത്തിന് പോലും ഗബ്രി ജാസ്മിനെ പരിഗണിക്കുന്നില്ല എന്നതാണ് താൻ മനസ്സിലാക്കുന്നതെന്ന് ഷെഫീന ബീബി പറയുന്നുണ്ട്. തേപ്പാണോ എന്ന് ചോദ്യങ്ങൾ നമ്മൾ സംരക്ഷിക്കണം. ജാസ്മിനെ പെങ്ങളായിട്ട് എങ്കിലും ഗബ്രി കണ്ടിരുന്നുവെങ്കിൽ ഇത്ര വലിയ ചീത്തപ്പേര് വാങ്ങിത്തന്ന് നിസ്സാരമായി ഇരുന്ന് കൈ കഴുകി വർത്തമാനം പറയില്ലായിരുന്നു. തല കുത്തി നിന്നാലും ഈ ബന്ധം അങ്ങനെ അല്ലായിരുന്നു എന്ന് പറയുവാൻ ജാസ്മിനും ഗബ്രിക്കും കഴിയില്ല. നഷ്ടപ്പെട്ടത് ജാസ്മിനാണ്. നല്ല അവസരങ്ങൾ കിട്ടുമായിരുന്ന കുട്ടിയാണ്. ആ കപ്പ് പോലും അവൾക്ക് കിട്ടേണ്ടതായിരുന്നു. അവസാനം പട്ടിക്കൂട്ടിൽ ഇരുത്തി കൊണ്ടുപോകേണ്ട അവസ്ഥയായി. എന്റെ ചാനൽ പൂട്ടിക്കുവാൻ പൈസ വരെ കൊടുത്ത മിടുക്കിയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് അത് കിട്ടണമെന്ന് എനിക്ക് തോന്നിയിരുന്നുവെങ്കിലും ഇപ്പോൾ ജാസ്മിനെ ഓർക്കുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. സുഹൃത്തായിട്ട് പോലും ഗബ്രി ജാസ്മിനെ പരിഗണിക്കുന്നില്ല എന്നതാണ് വസ്തുത. എന്തിനോ വേണ്ടി തിളച്ചതാണ്. ജാസ്മിന്റെ ലൈഫ് വെച്ച് കളിച്ച് സായി കൃഷ്ണയാണ്. നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് മുന്നേറി വന്ന കുട്ടിയാണ് ജാസ്മിൻ. ശ്രമിച്ചാൽ നന്നായി തിരിച്ചു വരാൻ ജാസ്മിന് കഴിയും. കൂടെ കൂടിയിരിക്കുന്നത് ഏറ്റവും വലിയ ശത്രുവാണ് എന്ന സൂചന കിട്ടിയാൽ അപ്പോൾ തന്നെ അതിൽ നിന്നും പുറത്തു വരണം. അല്ലെങ്കിൽ ഭാവിയിൽ എത്രത്തോളം ദോഷമാകുമെന്ന് ഗബ്രിയുടെ വാക്കുകൾ കണ്ടെങ്കിലും മനസ്സിലാക്കുക. അവന് ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ നിനക്കോ നഷ്ടപ്പെട്ടതിന്റെ വലിയൊരു കണക്ക് തന്നെ ഉണ്ട്. ജാസ്മിന് ഗബ്രി വാലി കൊടുത്തിരുന്നുവെങ്കിൽ അങ്ങനെ അവഹേളിക്കില്ലായിരുന്നു. ഞങ്ങൾ സുഹൃത്തുക്കളാണെന്ന് പോലും തിരുത്തി ഗബ്രി പറഞ്ഞിരുന്നുവെങ്കിൽ വിഷയത്തിൽ സംസാരിക്കവേ ഷെഫീന ബീബി പറഞ്ഞത്. അതേസമയം വീഡിയോയ്ക്ക് മാറ്റി. കണ്ടോ, ഇവനെ സ്നേഹിക്കുന്നതിന് എനിക്ക് കിട്ടിയതാണ് ഇത്. ഇനി അവനോട് എനിക്ക് പ്രണയമൊന്നുമില്ല, സ്നേഹവുമില്ല, പകരം വെറും സൗഹൃദം മാത്രമാണ്. എത്ര നല്ല ആചാരമല്ലേ. ഇപ്പോൾ ജാസ്മിൻ ഗബ്രിയോട് പ്രേമം ഉണ്ടായിരുന്നു. ഗബ്രിയെ കല്യാണം കഴിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെ നിങ്ങൾ അല്ലെങ്കിലും തോന്നിപ്പോകും. എങ്കിൽ ആ തോന്നൽ തെറ്റാണ്. ബിഗ് ബോസ് വീട്ടില് കണ്ടന്റ് ഉണ്ടാക്കാൻ ഒരാൾ വേണമായിരുന്നു ജാസ്മിന്. പറ്റിയാൽ ഒന്ന് കെട്ടിപ്പിടിക്കുവാനും തൽക്കാലത്തേക്ക് ആശ്വാസമാകാനും പോന്ന ഒരു ചെറുപ്പക്കാരൻ വേണമായിരുന്നു. പക്ഷെ പുറത്തു നിന്നറിഞ്ഞ വിവരങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ജാസ്മിന്റെ പ്രേമ നാടകത്തിൽ നിന്നുള്ള സർവൈവൽ സ്റ്റോറി മാത്രമാണ് ഇപ്പോൾ അരങ്ങേറുന്നത് എന്നുമായിരുന്നു ആ കുറിപ്പിൽ പറഞ്ഞിരുന്നത്.